അപ്പോൾ ഗൈസ് നിങ്ങൾ തമ്പനയിൽ കണ്ടായിട്ട് തന്നെ ഇന്നൊരു LCD റൈറ്റിൻ ടാബ്ലറ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. 16 ഇഞ്ചിൻ്റെ ആണ്. അപ്പോൾ അൺബോക്സ് ചെയ്യാം. ഇതാണ് ആ ടാബ്ലറ്റ്. ഇത്ര വലുപ്പമുണ്ട്. വെട്ടി കണ്ടപ്പോൾ ഞാൻ നല്ല വലുപ്പം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് റൈറ്റിൻ ടാബ്ലറ്റ്. ഏകദേശം 16 ഇഞ്ചുണ്ട്. ഇവിടെ നിൽക്കുന്നെങ്കിൽ ഈ സ്റ്റാറിൻ്റെ ബട്ടണിലേക്കാൽ പോകും. പിന്നെ ഇത് ലോക്ക് ഇടാനുള്ളതുമാണ്. പിന്നെ ഒരു പേന അതിൻ്റെ കൂടെ കിട്ടി. ഒരു വെള്ള പേന വൈബാണ്. പിന്നെ ഒരു ചാർജറിൻ്റെ ഇത് കിട്ടി, പോർട്ട്. അതൊന്നും കിട്ടിയില്ല. ഇതിനാണ് കളർഫുൾ. അതാണ് കേട്ടോ, അത് പറയാൻ വന്നത്. ഇതിങ്ങനെ അങ്ങനെ മായ്ക്കാം. പോയി. അതിൻ്റെ ബാക്കിലുള്ള വേന. കാണാം മേലെ ഒരു കളറും പിന്നെ അടിക്കുമ്പോൾ വേറെ കളറും. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു പാനും കൂടി ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ എഴുതിച്ചിന്. ഒന്നും ആവശ്യമില്ല. റിട്ടേൺ അയക്കണമെങ്കിൽ കൊടുക്കണം നോക്കൂ. അപ്പോൾ ഇതൊന്ന് ചാർജ് നിർത്തിയിട്ടിട്ട് കാണാം. അപ്പോൾ ഈ റൈറ്റിൻ ടാബ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 16 ഇഞ്ചുണ്ട്. 16 ഇഞ്ചുണ്ട്. കളർഫുള്ളാണ്. കളർഫുൾ ഏകദേശം 3-4 കളറുണ്ട് ഇതിൽ. ഇതിപ്പോൾ കാണിച്ചു തരാം. അത് ഇങ്ങനെ ഉണ്ട് വരയ്ക്കുമ്പോൾ. ഇത് പല കളറും ഉണ്ട്. ആ നീല അധികം ഉണ്ട് കാണുന്നില്ല, എന്നാലും ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. കളർഫുള്ളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 1899 രൂപയാണ്. 1899 രൂപ. 1900 രൂപ തന്നെ. ഇതാണ് ഈ സ്റ്റേറ്റിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് വരുന്നത് പ്രൊഫിസിയുടെ ബ്രാൻഡാണ് ഈ റൈറ്റിൻ ടാബ്ലറ്റ് വരുന്നത്. ഇത് ചാർജിന് കുത്തിയിട്ടാണ്. അതിൻ്റെ പോർട്ട് കാണിച്ചു തരാം. എന്താ ചാർജിന് കുത്തിയിട്ടാണ്. അതുകൊണ്ട് ബാറ്ററി അല്ല, ചാർജ് കുത്തിയിട്ടാണ് നല്ലത്. ബാറ്ററി അതിനോണ്ടാണ് ഇതിന് ഇത്ര റേറ്റ്. ബാറ്ററിൻ്റെ ആണെങ്കിൽ 400 രൂപയ്ക്കൊക്കെ കിട്ടും. ഇത് ബാറ്ററിൻ്റെ അല്ല, ചാർജിൻ്റെ ആണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇത് നല്ല സ്മൂത്തായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്. പിന്നെ തീരെ വെയിറ്റില്ല. ഏകദേശം 300 ഗ്രാം ഏറ്റവും വരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇന്നൊരു റൈറ്റിൻ ടാബ്ലറ്റ് പരിചയപ്പെടുത്തുന്ന അതിൻ്റെ അൺബോക്സിങ് ആയിരുന്നു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഗൈസ് ഈ സ്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രൊഫിസിയുടെ ആണ്. സ്പെല്ലിംഗ് അറിയില്ല.